Good morning. Welcome to Dakshina Learnings. Dakshina Learningsന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓപ്പറേഷൻ സിന്ദൂർ എ റീഷേപ്പിംഗ് ഓഫ് കോൺഫെഡറേഷൻ, അതായത് ഇത്തവണത്തെ ഇന്ത്യ പാക് സ്റ്റാൻഡ് ഓഫ് ടൈമിൽ നമ്മുടെ മാറിയ മിലിറ്ററി എൻഗേജ്മെന്റ് ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണിത്. ദെൻ പ്രിൻസിപ്പിൾഡ് ക്രിമിനലൈസേഷൻ ആൻഡ് പോലീസ് ആസ് പിവോട്ട്, അതായത് ഇമ്രാൻ പ്രതാപ് ഗർഹി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ രാജ്യസഭാ എം പിക്കെതിരെ ഒരു FIR ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റ് ചെയ്ത പോയം എന്ന് പറയുന്നത് റിലീജിയസ് സെന്റിമെന്റ്സിനെ ഹേർട്ട് ചെയ്തു എന്ന് പറഞ്ഞ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. സോ ഇമ്രാൻ പ്രതാപ് ഗർഹി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് എന്ന രീതിയിൽ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ആ കേസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഈ പറയുന്ന നെക്സ്റ്റ് ആർട്ടിക്കിള്. ദെൻ ദ റോഡ് ടു സേഫ്റ്റി, അതായത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക് ഉള്ള രാജ്യമാണ് ഇന്ത്യ. സോ അതേക്ക് തന്നെ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങളും സംഭവിക്കുന്നത് ഈ പറയുന്നത് ഇന്ത്യയിലാണ്. ആ ഒരു അർബനൈസേഷൻ ആയാലും അതേക്ക് തന്നെ എക്കണോമിക് ഗ്രോത്ത് ആയാലും നമുക്ക് ഒരേ സമയം തന്നെ ഓപ്പർച്യൂണിറ്റിയും അതേക്ക് തന്നെ ചലഞ്ചസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ദ റോഡ് ടു സേഫ്റ്റി. ദെൻ വാല്യൂ ഓഫ് ന്യൂ ഗവൺമെന്റ് പ്രോജക്ട് അനൗൺസ് ഹിറ്റ്സ് a 6-year high, അതായത് ഇത്തവണ ഗവൺമെന്റ് പ്രോജക്റ്റുകളായാലും അതേണക്ക് തന്നെ പ്രൈവറ്റ് പ്രോജക്റ്റുകളായാലും ഒക്കെ കഴിഞ്ഞ 6 വർഷത്തെ അവരുടെ എമൗണ്ട് എടുത്താൽ ഏറ്റവും ഹൈ ആയിട്ട് അനൗൺസ് ചെയ്തേക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. പക്ഷെ അത് എത്രത്തോളം ഫ്രൂട്ട്ഫുൾ ആണ് എന്നുള്ളതിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആണത്. ദെൻ ഹൗ ഡിഡ് ഇന്ത്യ ഡെവലപ്പ് ജീനോം എഡിറ്റർ റൈസ്, അതായത് ഇന്ത്യ ഇസ് ദ ഫസ്റ്റ് കൺട്രി ഡെവലപ്പ് ജീനോം എഡിറ്റർ റൈസ്, അതിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ദെൻ വൈ ആർ ടെമ്പറേച്ചേഴ്സ് റൈസിംഗ് ഇൻ ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന, അതായത് സമ്മർ സീസണിൽ എല്ലായ്പ്പോഴും ആന്ധ്രാപ്രദേശ് തെലങ്കാന സ്റ്റേറ്റ്സിൽ എല്ലായ്പ്പോഴും ഹീറ്റ് വേവ്സ് വരാറുണ്ട്. സോ അതിന്റെ ഒരു ജോഗ്രഫിക്കൽ റീസൺസിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ദെൻ ഇൻഡിജിനസ് വെപ്പൺ സിസ്റ്റം ഹൈലി എഫക്റ്റീവ് സെയ്സ് സെന്റർ, അതായത് നമ്മുടെ ഇത്തവണത്തെ ഇന്ത്യ പാക് സ്റ്റാൻഡ് ഓഫിന്റെ ടൈമിൽ തുർക്കിഷ് വെപ്പൺസിനെതിരെ ആയാലും ചൈനീസ് വെപ്പൺസിനെതിരെ ആയാലും ഒക്കെ നമ്മുടെ ഇൻഡിജിനസ്ലി ഡെവലപ്പ് ചെയ്ത ഡിഫൻസ് സിസ്റ്റം എത്രത്തോളം വർക്ക് ആയിരുന്നു എന്ന് മെൻഷൻ ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ദെൻ ബർത്ത് റേറ്റ് ഇൻ ഡൽഹി, കേരള ആൻഡ് തമിഴ്നാടു ഡിക്ലൈനിങ് അറ്റ് ട്വൈസ് ദ റേറ്റ് ഓഫ് നാഷണൽ ആവറേജ് റിപ്പോർട്ട്, അതായത് സൗത്ത് സ്റ്റേറ്റുകളുടെ ആ ഒരു ക്രൂഡ് ബർത്ത് ഇൻഡെക്സിലുള്ള അവരുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുന്ന ന്യൂസ് ആണത്. ദെൻ സയന്റിസ്റ്റ് മേക്ക് യൂണിക് 2D മെറ്റൽ മച്ച് സോട്ട് ആഫ്റ്റർ ഫോർ ഫ്യൂച്ചർ ടെക്. സോ ഇത്രയുമാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. ദ ഫസ്റ്റ് വൺ, ഓപ്പറേഷൻ സിന്ദൂർ എ റീഷേപ്പിംഗ് ഓഫ് കോൺഫെഡറേഷൻ. സോ ഇതിൽ നമ്മൾ നോക്കുന്നത് ദ ഷിഫ്റ്റ് ഇൻ മോഡേൺ വാർഫെയർ. നമ്മൾ കുറെ കൂടി ഡ്രോൺ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഡ്രിവൻ ആയിട്ടുള്ള ഒരു വാർഫെയർ സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറിയതിനെ കുറിച്ചാണ് പറയുന്നത്. അതേപോലെ ഇൻഫർമേഷൻ വാർഫെയർ, അതായത് ഡിസ്ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രൊപ്പഗൻഡ ടൂൾ ആയിട്ട് മാറുമ്പോൾ അതിനെ എങ്ങനെ ഒരു സ്ട്രാറ്റജിക് വെപ്പൺ ആയിട്ട് മാറ്റാം എന്നുള്ളത് ഈ പറയുന്ന ഇന്ത്യ പാക് സ്റ്റാൻഡ് ഓഫിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്ട്രാറ്റജിക് ആൻഡ് ഡോക്ട്രിനൽ ഷിഫ്റ്റ്, ഇന്ത്യസ് മിലിറ്ററി ഡോക്ട്രിൻ വളരെയധികം മാറിയിട്ടുണ്ട്. അതായത് കൂടുതൽ പ്രൊആക്റ്റീവ് ആയിട്ടുണ്ട്, പ്രിസിഷൻ ബേസ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മുടെ ഇൻഡിജിനസ് ടെക്നോളജീസിന്റെ വളർച്ച എന്ന് പറയുന്നത് അതിഭീകരമാണ്. സോ അത്രയും ഒരു എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ മിലിറ്ററി എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ആ മിലിറ്ററി ട്രാൻസ്ഫോർമേഷൻ മാറിയത് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ എത്രത്തോളം നമ്മുടെ സ്ട്രാറ്റജിക് ഡോമിനൻസ് നമുക്ക് കാണിക്കാൻ പറ്റും എന്നുള്ളത് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമുക്ക് മനസ്സിലായി. സോ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവില് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് നോക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡ്രോൺ വാർഫെയർ ആൻഡ് UAV ടെക്നോളജീസ്. എന്താണ് ഡ്രോൺസ്? ഡ്രോൺസ് ആർ കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് റെഡ്യൂസ് പൈലറ്റ് റിസ്ക് and it is used for surveillance, reconnaissance and precision strikes. സോ വളരെയധികം ഇത്തവണത്തെ അറ്റാക്കിലൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തത് ഈ പറയുന്ന ഡ്രോൺസിനെ ആയിരുന്നു. സോ നമ്മുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള ഡിഫൻസ് സിസ്റ്റം ഏതൊക്കെയാണ് നോക്കാം. ആകാശ്, QRSAM ആൻഡ് ആകാശ് തീർ, ഇത് മൂന്നുമാണ് നമ്മുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള ഡിഫൻസ് സിസ്റ്റത്തിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് ആകാശ്. ആകാശ് എന്ന് പറയുന്നത് ഇൻഡിജിനസ് സർഫസ് ടു എയർ മിസൈൽ ആണ്. അതേണക്ക് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 25 to 30 കിലോമീറ്റർ ആണ്. മൾട്ടിപ്പിൾ ടാർഗറ്റ് നമുക്ക് എൻഗേജ് ചെയ്യാൻ സാധിക്കും. അതേണക്ക് തന്നെ ഇതൊരു മൊബൈൽ ലോഞ്ചർ ആണ്. സോ ആകാശ് എൻജിൻ എന്ന് പറയുന്നത് കുറെ കൂടി ഇംപ്രൂവ് റേഞ്ച് കാണിക്കുന്ന ഒന്നാണ്. 70 to 80 കിലോമീറ്റർ റേഞ്ച് ആകാശ് എൻജിൻ കാണിക്കുന്നുണ്ട്. ദെൻ QRSAM എന്ന് പറയുന്നത് ക്വിക്ക് റിയാക്ഷൻ മൊബൈൽ ഓൾ ഡിഫൻസ് മിസൈൽ ആണ്. ആൻഡ് ആംഡ് കോളംസിനൊക്കെ മൊത്തത്തിൽ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന QRSAM. സോ മൾട്ടിപ്പിൾ ടാർഗറ്റിനെ ട്രാക്ക് ചെയ്യാനും എൻഗേജ് ചെയ്യാനും ഒക്കെ ഈ പറയുന്ന QRSAM സാധിക്കാറുണ്ട്. ദെൻ ആകാശ് ടീർ എന്ന് പറഞ്ഞ ഓട്ടോമേറ്റഡ് എയർ ഡിഫൻസ് കൺട്രോൾ സിസ്റ്റം ആണ്.
അതായത് നമ്മുടെ റഡാർ ഡേറ്റയെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഈ പറയുന്ന ആകാശ് തീർ സഹായിക്കുന്നുണ്ട്. സോ ഓപ്പറേഷൻ സിന്ദൂറിൽ മിസൈൽ ഇന്റർസെപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തത് ഈ പറയുന്ന ആകാശ് തീർ ആയിരുന്നു. ഓക്കെ, ദെൻ ഇൻഫർമേഷൻ വാർഫെയർ കോൺസെപ്റ്റ്, അതായത് മിസ്ഇൻഫർമേഷന് എങ്ങനെ അല്ലെങ്കിൽ ഡിസ്ഇൻഫർമേഷന് നമ്മൾ എങ്ങനെയാണ് ഒരു സ്ട്രാറ്റജിക് വെപ്പൺ ആയിട്ട് മാറ്റി എന്നുള്ളത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടതാണ്. സോ സൈബർ അറ്റാക്സ് ആൻഡ് സോഷ്യൽ മീഡിയ മാനിപ്പുലേഷൻ, സൈക്കോളജിക്കൽ ഓപ്പറേഷൻസ്, അതൊക്കെ എത്രത്തോളം ഒരു സ്ട്രാറ്റജിക് വെപ്പൺ ആയിട്ട് മാറി എന്നുള്ളത് ഇന്ത്യ പാക് സ്റ്റാൻഡ് ഓഫിൽ നമുക്ക് മനസ്സിലായതാണ്. സോ മെയിൻസിന്റെ പെർസ്പെക്റ്റീവില് ഇത് GS2-ലും GS3-ലുമായിട്ട് വരുന്നുണ്ട്. അതായത് ഇന്റർനാഷണൽ റിലേഷൻസിലും സെക്യൂരിറ്റിയിലും ഒക്കെ ഈ ഒരു തീം വളരെയധികം റെലവെന്റ് ആയിട്ട് മാറും. സോ പ്രിൻസിപ്പിൾഡ് ക്രിമിനലൈസേഷൻ ആൻഡ് പോലീസ് പിവോട്ട്, ഈ ഒരു കേസ് വരുന്നത്, ഈ ഒരു ആർട്ടിക്കിൾ വരുന്നത് തന്നെ ഇമ്രാൻ പ്രതാപ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് കേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു. അതായത് അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ രാജ്യസഭ MP ആയിരുന്നു. അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഒരു പോയം റിലീജിയസ് സെന്റിമെന്റ്സിനെ ഹേർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വന്നൊരു കേസായിരുന്നു. സോ അതില് സുപ്രീം കോടതി മസ്റ്റായിട്ടും പറഞ്ഞൊരു കാര്യം, സബ്സ്റ്റാൻറ്റീവ് ലോയ്ക്ക് കൊടുക്കുന്ന അതേ അറ്റൻഷൻ പ്രൊസീജിയറൽ ലോസിനും കൊടുക്കണം. പ്രൊസീജിയറൽ ലോസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞൊരു കേസായിരുന്നു ഇത്. അതേണക്ക് തന്നെ പ്രൊസീജിയറൽ ലോ, അതായത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത സെക്ഷൻ 173 ക്ലോസ് 3 പ്രത്യേകം പറയുന്നുണ്ട് പ്രൊസീജിയറൽ ലോസ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. അത് പോലീസിന്റെ ഓവർ ക്രിമിനലൈസേഷനെ തടയാനും അതേണക്ക് തന്നെ സ്റ്റേറ്റിന്റെ പവർ മിസ്യൂസ് ചെയ്യുന്നത് തടയാനും ഒക്കെ, അതായത് സ്റ്റേറ്റ് പവർ വളരെയധികം എക്സസീവ് ആവുന്ന രീതിയൊക്കെ തടയാനും ഒക്കെ ഈ ഒരു BNSS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേണക്ക് തന്നെ പോലീസിന്റെ അക്കൗണ്ടബിലിറ്റി കൂട്ടാനും ഈ ഒരു BNSS സെക്ഷൻ 173 ക്ലോസ് 3 ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത് നോക്കാം. സോ സുപ്രീം കോർട്ട് പ്രിലിമിനറി എൻക്വയറി ഫ്രീ സ്പീച്ച് കേസുകളിൽ FIR ഫയൽ ചെയ്യുന്നതിന് മുന്നേ മസ്റ്റായിട്ടും വേണമെന്ന് സുപ്രീം കോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേണക്ക് തന്നെ സെക്ഷൻ 173 ക്ലോസ് 3 ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത സെക്ഷൻ 173 ക്ലോസ് 3 ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് സുപ്രീം കോർട്ട് ഈ ഒരു കേസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്താണ് ഈ പറയുന്ന ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത? അതായത് CRPCക്ക് പകരം വന്ന, അത് ക്രിമിനൽ ജസ്റ്റിസ് കുറച്ചും കൂടെ സ്പീഡപ്പ് ആക്കാനും ആ ഒരു ഡിലേസ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് കുറച്ചുകൂടെ മോഡേണൈസ് ചെയ്ത് വന്ന ഒന്നായിരുന്നു ഈ പറയുന്ന ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. സോ ദെൻ പ്രൊസീജിയറൽ വേഴ്സസ് സബ്സ്റ്റാൻറ്റീവ് ലോ. പ്രൊസീജിയർ ലോ എന്ന് പറയുന്നത് കൂടുതലും റൂൾസ് ഓൺ ഹൗ ലോ ഈസ് അപ്ലൈഡ്, ആ ഒരു രീതിയിലായിരിക്കും പ്രൊസീജിയറൽ ലോസ് മുന്നോട്ട് പോകുക. സബ്സ്റ്റാൻറ്റീവ് ലോ എന്ന് പറയുന്നത് ഈ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ക്രൈംസ്, പെനാലിറ്റീസ് ഇതിനെയൊക്കെ ഡിഫൈൻ ചെയ്താണ് ഈ പറയുന്ന സബ്സ്റ്റാൻറ്റീവ് ലോ. സോ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ GS2-ൽ ഇത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഗവേണൻസിന്റെ മേഖലയിലായാലും അതിനൊക്കെ പൊളിറ്റിയിലായാലും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഈ ഒരു ആർട്ടിക്കിളിനുണ്ട്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ദ റോഡ് ടു സേഫ്റ്റി. അതായത് ഇന്ത്യയിലെ ഇത്രയും വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക് ആയിട്ട് പോലും അത്രത്തോളം ആക്സിഡന്റ്സ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ഒരു അർബനൈസേഷനും എക്കണോമിക് ഗ്രോത്തും നമുക്ക് ഒരേ ടൈം തന്നെ ചലഞ്ചസും ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാക്കുന്നുണ്ട്. അത് എത്രത്തോളം നമുക്ക് ടാക്കിൾ ചെയ്യാം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആയിരുന്നു ഇത്. സോ റോഡ് സേഫ്റ്റി ക്രൈസിസ് ആൻഡ് എക്കണോമിക് ഇമ്പാക്ട്, അതായത് ഏറ്റവും കൂടുതൽ റോഡ് ട്രാഫിക് ഫാറ്റലിറ്റീസ് ഗ്ലോബലി എഫക്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഈ പറയുന്ന ഇന്ത്യ. അതായത് നമ്മുടെ GDP ഒരു 3% എങ്കിലും ഇത് കോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റോഡ് മെഷേഴ്സ് വേണം. ഓക്കെ, സോ സേഫ് സിസ്റ്റം അപ്രോച്ചും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റും ഈ ഒരു ആർട്ടിക്കിളിൽ എടുത്ത് പറയുന്നുണ്ട്. അതായത് റൈറ്റ് ടു സേഫ് റോഡ് ട്രാവൽ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21-ൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതേണക്ക് തന്നെ ഗവൺമെന്റ് വളരെയധികം ഇനിഷ്യേറ്റീവ്സ് ഈ ഒരു റോഡ് സേഫ്റ്റിക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഹൈവേസ് ടാർഗറ്റഡ് സേഫ്റ്റി മെഷേഴ്സ്, ഡ്രൈവർ ട്രെയിനിങ് സെന്റേഴ്സ് ആൻഡ് സജസ്റ്റഡ് CSR based ഫണ്ടിംഗ് മോഡൽസ് ആർ സ്റ്റെപ്സ് ടുവേർഡ്സ് റെഡ്യൂസിംഗ് ആക്സിഡന്റ്സ് ആൻഡ് എൻഹാൻസിംഗ് റോഡ് ബേസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, സോ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ആർട്ടിക്കിൾ 21 ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. കാരണം ആർട്ടിക്കിൾ 21 കവേഴ്സ് സേഫ് റോഡ് ആൻഡ് ഫുട് പാത്സ്. അതേണക്ക് സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെഡസ്ട്രിയൻ ഇൻഫ്രാസ്ട്രക്ചർ വളരെയധികം ബൂസ്റ്റ് ചെയ്യേണ്ട സമയം ഇന്ത്യ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. സോ ആ ഒരു പെഡസ്ട്രിയൻ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഇന്ത്യ കുറച്ചും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേണക്ക് റൈറ്റ് ടു എമർജൻസി മെഡിക്കൽ കെയർ ആഫ്റ്റർ ആക്സിഡന്റ്സ് ഓൾസോ ഇൻക്ലൂഡഡ്. ഓക്കെ, സോ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഹൈവേയുടെ ഇനിഷ്യേറ്റീവ്സ് ഏതൊക്കെയാണ് നോക്കാം. ഐഡന്റിഫൈസ് ആൻഡ് ഫിക്സസ് ആക്സിഡന്റ് ബ്ലാക്ക് സ്പോട്ട്, കണ്ടക്ട് റോഡ് സേഫ്റ്റി ഓഡിറ്റ്സ്, issues guidelines for pedestrian safety. Then safe system approach aims to prevent death and serious injuries, design roads and vehicles to tolerate human error,
ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എമംഗ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സോ ഈ ഒരു ആർട്ടിക്കിളില് എത്രത്തോളം ഗവൺമെന്റ് സ്കീംസ് അല്ലെങ്കിൽ എത്രത്തോളം ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് ഈ ഒരു റോഡ് സേഫ്റ്റിക്കായാലും അതിനൊക്കെ തന്നെ പെഡസ്ട്രിയൻ ഇൻഫ്രാസ്ട്രക്ചർ ബൂസ്റ്റ് ചെയ്യാനായിട്ടായാലും ഒക്കെ എടുത്തു എന്നുള്ളതും ഇനി എന്തൊക്കെ മെഷേഴ്സ് ആണ് ഇന്ത്യ എടുക്കേണ്ടതായിട്ടുള്ളത് എന്നൊക്കെ പറയുന്ന ഒന്നാണ് ഈ ഒരു ആർട്ടിക്കിളിലൂടെ. സോ മെയിൻസിന്റെ പെർസ്പെക്റ്റീവില് GS2-ലും 3-ലും ഈ ഒരു ടോപ്പിക്ക് വരാൻ സാധിക്കും. ഗവേണൻസിലും ഇൻഫ്രാസ്ട്രക്ചറിലും ഒക്കെ റോഡ് സേഫ്റ്റി അല്ലെങ്കിൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഒരു ടോപ്പിക്കാണ്. ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിൾ, വാല്യൂ ഓഫ് ന്യൂ ഗവൺമെന്റ് പ്രോജക്ട് അനൗൺസ് ഹിറ്റ്സ് എ 6-year ഹൈ. അതായത് കഴിഞ്ഞൊരു 6 വർഷത്തിനിടയിൽ നോക്കുമ്പോൾ ഗവൺമെന്റ് പ്രോജക്റ്റുകളായാലും അതിനൊക്കെ തന്നെ പ്രൈവറ്റ് പ്രോജക്റ്റിനായാലും എസ്റ്റിമേറ്റ് ചെയ്ത തുക എന്ന് പറയുന്നത് വളരെയധികം വലുതായിരുന്നു. സോ India saw record new investment project worth 19.8 lakh crore in 2025, majorly driven by private sector. സോ ഇത്രത്തോളം ഒരു എമൗണ്ട് നമ്മൾ പ്രൈവറ്റ് സെക്ടറിൽ നിന്നായാലും അതേണക്ക് തന്നെ ഗവൺമെന്റ് സെക്ടർ ആയാലും പറയുമ്പോൾ അത് എത്രത്തോളം ആ ഒരു പ്രോജക്റ്റുകൾ ഫ്രൂട്ട്ഫുൾ ആണെന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. പല സെക്ടർ ഫോക്കസ് ആയിട്ട് നമ്മൾ പല പ്രോജക്റ്റുകളും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അതേണക്ക് തന്നെ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന റിന്യൂവബിൾ എനർജി കാര്യങ്ങളിലാണ്. അതായത് കുറച്ചും കൂടെ ഇൻഫ്രാസ്ട്രക്ചറിനെ പുഷ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന എല്ലാ പ്രോജക്റ്റുകളും അനൗൺസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ കൺസേൺ എന്നുള്ളത് പ്രോജക്ട് റിയലൈസേഷന്റെ കാര്യത്തിലാണ്. അതായത് കഴിഞ്ഞ തവണ തന്നെ ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഷോസ് സിഗ്നിഫിക്കന്റ് പ്രോജക്ട് ഡ്രോപ്സ് ഓഫ് with 7.6 lakh crore in government and 10 lakh crore in private project abandoned in financial year 25 due to feasibility and clearance issues. പലപ്പോഴും പ്രോജക്റ്റുകൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ഫീസിബിലിറ്റിയും അതിനൊക്കെ തന്നെ ക്ലിയറൻസ് ഇഷ്യൂസ് ഒക്കെ കിട്ടാത്തതിന്റെ പേരിൽ പല പ്രോജക്റ്റിലും ഗവൺമെന്റ് സെക്ടറിൽ നിന്നായാലും അതിനൊക്കെ തന്നെ പ്രൈവറ്റ് സെക്ടറിൽ നിന്നായാലും ഒക്കെ അബാൻഡൻ ചെയ്യുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ അത് എത്രത്തോളം ഫ്രൂട്ട്ഫുൾ ആണ്, എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. സോ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവില് ഇൻവെസ്റ്റ്മെന്റ് ട്രെൻഡ്സ് നമ്മൾ നോക്കേണ്ടതാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് വളരെയധികം ഗ്രോ ചെയ്തിട്ടുണ്ട്. 50% CAGR എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതിനൊക്കെ ഇത്തവണത്തെ ബഡ്ജറ്റില് 11 lakh crore ആണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനൊക്കെ സ്ട്രോങ് പ്രൈവറ്റ് ഇക്വിറ്റി ആൻഡ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് നമുക്ക് ഈ ഒരു ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കാണാൻ സാധിക്കും. സോ നമ്മുടെ എസ്റ്റിമേറ്റഡ് എക്കണോമിക് ഗ്രോത്ത് GDP ഗ്രോത്ത് എന്ന് പറയുന്നത് 6.3 to 6.8% ആണ് ഫൈനാൻഷ്യൽ ഇയർ 26-ല്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്ങിലാണ്. അതേപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറും വളരെയധികം ഈ ഒരു കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. സോ നമ്മൾ കൂടുതലും അർബനൈസേഷനും മോഡേൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൊക്കെയാണ് കൂടുതലും ഈ പ്രോജക്റ്റുകളൊക്കെ വന്നിട്ടുള്ളത്. സോ ബിഗ് സ്പെൻഡിംഗ് എന്ന് പറയുന്നത് റെയിൽവേ, ഹൈവേ, പോർട്ട്, എയർപോർട്ട് തുടങ്ങിയ മേഖലകളിലാണ്. സോ അതിന് വേണ്ടിയിട്ട് അർബൻ ചലഞ്ച് ഫണ്ട്, അസറ്റ് മോണിറ്റൈസേഷൻ പ്ലാൻസ് ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ കീ പ്രോജക്ട് എന്ന് പറയുന്നത് വന്ദേ ഭാരത്, അമൃത് ഭാരത്, ഭാരത്മാല, സാഗർമാല, ഉഡാൻ പ്രോജക്റ്റുകളിലൊക്കെ ആണ്. ഓക്കെ, അതിനൊക്കെ തന്നെ റിന്യൂവബിൾ എനർജി ഫോക്കസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 500 GW റിന്യൂവബിൾസ് ആണ് 2030 കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ 7.6 GW നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ സോളാർ ആൻഡ് വിൻഡ് ലീഡ് ന്യൂ കപ്പാസിറ്റി അഡീഷൻസ് ആണ്. ദെൻ മെയിൻസിന്റെ പെർസ്പെക്റ്റീവില് GS3-ല് ഈ ഒരു ടോപ്പിക് വരുന്നുണ്ട്. എക്കണോമിക് ഡെവലപ്മെന്റും ഗവൺമെന്റ് ബഡ്ജറ്റിങ്ങും എന്ന രീതിയിൽ ഈ ഒരു തീമിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ, ഹൗ ഡിഡ് ഇന്ത്യ ഡെവലപ്പ് ജീനോം എഡിറ്റർ റൈസ്? അതായത് ലോകത്തിൽ തന്നെ ഇന്ത്യ ഫസ്റ്റ് ജീനോം എഡിറ്റർ റൈസ് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യ ബിക്കം ദ ഫസ്റ്റ് കൺട്രി ടു ഡെവലപ്പ് റൈസ് വെറൈറ്റീസ് യൂസിങ് ജീനോം എഡിറ്റിംഗ് ടെക്നോളജി. സോ ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹയർ ഈൽഡ് ആണ്. അതിനൊക്കെ ഡ്രൗട്ട് ടോളറൻസ് ആണ്. ഭയങ്കരമായിട്ട് റെസിലിയൻസ്, സലൈൻ കണ്ടീഷൻസിൽ പോലും വളരെയധികം റെസിലിയൻസ് കാണിക്കുന്ന വെറൈറ്റിയാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഇന്ത്യയുടെ ടെക്നോളജി എത്രത്തോളം വളർന്നു എന്നുള്ളത് ഈ ഒരു ആർട്ടിക്കിളിലൂടെ മനസ്സിലാവും. നമ്മൾ SDN1 ആൻഡ് SDN2 ജീനോം എഡിറ്റിംഗ് ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫോറിൻ DNA പോലും എടുക്കാണ്ടാണ് ഈ പറയുന്ന ഈ ഒരു ജീനോം എഡിറ്റർ റൈസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഓൺലി നേറ്റീവ് ജീൻസ് ആണ് നമ്മൾ കൂടുതൽ പ്രിസിഷനിലൂടെ കൂടുതൽ മോഡിഫൈഡ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ ഇത് ഒരുപാട് കോൺട്രവേഴ്സീസും ഒപ്പോസിഷൻസും കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം സീഡ് സോവറിനിറ്റിയെ ബാധിക്കുമെന്ന് ഫാമേഴ്സ് വളരെയധികം ആശങ്കപ്പെടുന്ന ഒരു സ്റ്റേറ്റും ഉണ്ടായിട്ടുണ്ട്. സോ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവില് ജീനോം എഡിറ്റിംഗ് ടെക്നോളജിനെ കുറിച്ച് നമുക്ക് നോക്കേണ്ടി വരും. അതായത് CRISPR-Cas9 ജീനോം എഡിറ്റിംഗ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. SDN1 and 2 കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ തന്നെ ഫോറിൻ DNAs ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല.
സോ ദ റൈസ് വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതിനെ തന്നെ SGN1 ആൻഡ് SGN2ന്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ പറയുന്നുണ്ട്. SGN1 എന്ന് പറയുന്നത് സ്മോൾ ജീൻ ചേഞ്ചുകളായിരിക്കും അവിടെ വരിക. അവിടെ ഒരു ഫോറിൻ DNA അവിടെ യൂസ് ചെയ്യാറില്ല. SGN2 എന്ന് പറയുന്നത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള എഡിറ്റ് ആയിരിക്കും അവിടെ വരുന്നത്. അവിടെയും ഒരു ഫോറിൻ DNA യൂസ് ചെയ്യുന്നില്ല. രണ്ടും ഇന്ത്യയുടെ GMO റൂൾസിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്ത കാര്യമാണ്. സോ ഐക്കന്റെ ഇനിഷ്യേറ്റീവ്സ് ഏതൊക്കെയാണ് നോക്കാം. കൂടുതൽ ന്യൂ റൈസ് വെറൈറ്റീസ് ജീനോം എഡിറ്റിംഗിൽ നിന്ന് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഐക്കറിന്റെ ഇനിഷ്യേറ്റീവ്സുകൾ. സോ ഈ ഒരു പ്രോജക്ട് റൈസിൽ മാത്രമല്ല മസ്റ്റാർഡ്, വീറ്റ്, കോട്ടൺ, ബനാന, ടൊമാറ്റോ തുടങ്ങിയ ബാക്കി ക്രോപ്സിലേക്കും ഒക്കെ മാറിയിട്ടുണ്ട്. 500 crore ആണ് ജീനോം എഡിറ്റിംഗിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ മെയിൻസിന്റെ പെർസ്പെക്റ്റീവില് GS3ലും GS2ലും ഒക്കെ ഈ ഒരു ടോപ്പിക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. വൈ ആർ ടെമ്പറേച്ചേഴ്സ് റൈസ് ഇൻ ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന ആന്ധ്രാപ്രദേശ് റീജിയങ്ങളിൽ ഇപ്പോൾ ഹീറ്റ് വേവ് കണ്ടീഷൻ 40 degree Celsius എബോ ഈച്ച് ആൻഡ് എവറി ഡേ അവർക്ക് ഉണ്ടാകാറുണ്ട്. സോ എന്തായിരിക്കും എല്ലാ വർഷവും ഈ ഒരു സിറ്റുവേഷനിലൂടെ ആ രണ്ട് സ്റ്റേറ്റുകൾ കടന്നു പോകുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ആന്ധ്രാപ്രദേശ് തെലങ്കാന റീജിയൻസ് വളരെ സിവിയർ ആയിട്ടുള്ള ഹീറ്റ് വേവ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ആണ്. കാരണം ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് വളരെയധികം ക്ലോസ് ആയിട്ടാണ് ഈ പറയുന്ന രണ്ട് സ്റ്റേറ്റും സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതിനൊക്കെ തന്നെ റോക്കി ടെറൈൻ, ലാക്ക് ഓഫ് ഇറിഗേഷൻ, മിനിമൽ റെയിൻഫോള്, സമ്മർ സീസണിലൊക്കെ വളരെയധികം കുറഞ്ഞ ലെവലിലുള്ള റെയിൻഫോൾ ആയിരിക്കും അവർക്ക് കിട്ടുക. സോ ഇതൊക്കെയാണ് ആ ഒരു ജോഗ്രഫിക്കൽ കണ്ടീഷൻസും ഈ പറയുന്ന ഹീറ്റ് വേവ്സിന്റെ ഇമ്പാക്ട് അവർക്ക് വളരെയധികം കൂട്ടുന്നുണ്ട്. സോ ഇത്രയും ഒരു റോക്കി ടെറൈൻ, ബ്ലാക്ക് സോയിൽ, ലാക്ക് ഓഫ് വാട്ടർ ബോഡീസ് ഇതെല്ലാം ഹീറ്റ് വേവ്സിനെ കുറച്ചും കൂടി ഇന്റൻസീവ് ആക്കുന്നുമുണ്ട്. അതേണക്ക് തന്നെ അവരുടെ ഇവാപറേറ്റീവ് കൂളിംഗിന്റെ റേറ്റ് വളരെയധികം കുറയ്ക്കുന്നുമുണ്ട്. സോ ഏർലി വാർണിംഗ് സിസ്റ്റംസ് വളരെയധികം അവർക്ക് ആവശ്യമായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഏർലി വാർണിംഗ് സിസ്റ്റം എല്ലാ വർഷവും ഒരേ സ്റ്റേറ്റിൽ കൂടെ തന്നെ കടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഏർലി വാർണിംഗ് സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ അതില്ലാത്തതിന്റെ പ്രശ്നങ്ങളും ഈ രണ്ട് സ്റ്റേറ്റുകളും അനുഭവിക്കുന്നുണ്ട്. സോ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുന്നതാണ് ഹീറ്റ് വേവ്സ്. അതായത് ഹീറ്റ് വേവ്സ് എന്ന് പറയുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അടുത്തുള്ള ഏരിയാസിൽ അത് വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു ഫീച്ചറാണ്. അതിനൊക്കെ തന്നെ ഹൈ ഇൻസുലേഷൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഇത് കാരണം സംഭവിക്കാറുണ്ട്. വളരെയധികം ഹെൽത്ത് റിസ്കുകളും വാട്ടർ ഷോർട്ടേജ്, അതിനൊക്കെ തന്നെ ക്രോപ്പ് ലോസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഹീറ്റ് വേവ്സ് കാരണം സംഭവിക്കുന്നുണ്ട്. സോ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഓഫ് കോഴ്സ് ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അതായത് ലാറ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡ്, ഡിസ്റ്റൻസ് ഫ്രം സീ ആൻഡ് മൗണ്ടൻസ് ഒക്കെ ഈ പറയുന്ന ക്ലൈമറ്റിനെ ഏതൊരു പ്രദേശങ്ങളിലായാലും ഒക്കെ എഫക്ട് ചെയ്യാറുണ്ട്. സോ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഡിവൈഡ് ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് സോൺസ്. അത് ഇന്ത്യയിൽ വളരെയധികം ഡൈവേഴ്സ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസ് കാണിക്കുന്നുമുണ്ട്. സോ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് 8 ഇന്ത്യൻ സ്റ്റേറ്റിലൂടെ ആയിരിക്കും കടന്നു പോണത്. സൗത്ത് എന്ന് പറയുന്നത് വളരെയധികം ഹോട്ട് ആയിരിക്കും. അതേണക്ക് തന്നെ ഹെവി മൺസൂണും ഒരേ ടൈം തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നോർത്തിലാകുമ്പോൾ കുറച്ചുകൂടെ കൂളർ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. കുറച്ചുകൂടി സീസണൽ വേരിയേഷൻസ് നോർത്തിൽ കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ പ്രസൻസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ അതേണക്ക് തന്നെ റെയിൻഫോൾ പാറ്റേൺസിനെ ഒക്കെ ഒരേ ടൈം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ മെയിൻസിന്റെ പെർസ്പെക്റ്റീവില് GS2ലും GS3ലും ഒക്കെ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. ദെൻ ഇൻഡിജിനസ് വെപ്പൺ സിസ്റ്റം ഹൈലി എഫക്റ്റീവ് സേഫ് സെന്റർ. അതായത് ഈ ഒരു സ്റ്റാൻഡ് ഓഫിൽ, ഇന്ത്യ പാക് സ്റ്റാൻഡ് ഓഫിൽ നമ്മുടെ ഇൻഡിജിനസ് വെപ്പൺസ് എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. സോ ഇന്ത്യ ഡിഫൻസ് സിസ്റ്റം, അതായത് നമ്മുടെ ആകാശ് SAM, ആകാശ് തീറൊക്കെ എത്രത്തോളം സുപ്പീരിയർ പെർഫോമൻസ് ആണ് ഈ പറഞ്ഞ ചൈനീസ് വെപ്പൺസിനെതിരെ ആയാലും തുർക്കിഷ് വെപ്പൺസിനെതിരെ ആയാലും ഒക്കെ കാണിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. സോ അത്രത്തോളം ഇന്ത്യക്ക് ടെക്നോളജിക്കൽ എഡ്ജും അതേണക്ക് തന്നെ സെൽഫ് റിലയൻസും നമ്മുടെ ഡിഫൻസ് സിസ്റ്റത്തിൽ നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട്. സോ സ്ട്രാറ്റജിക് സ്ട്രൈക്സ് ആൻഡ് ഇലക്ട്രോണിക് വാർഫെയർ സുപ്പീരിയോറിറ്റി ഇന്ന് ഇന്ത്യക്ക് വളരെയധികം കൂടുതലാണ്. അതായത് ഇന്ത്യൻ എയർഫോഴ്സ് വളരെ സക്സസ്ഫുള്ളി പാകിസ്ഥാന്റെ ചൈനീസ് സപ്ലയർ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെയൊക്കെ ജാം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതേണക്ക് തന്നെ നമ്മുടെ ഡിഫൻസ് എക്സ്പോർട്ടും ഗ്ലോബൽ ഇൻട്രസ്റ്റും നമ്മൾ നോക്കേണ്ട കാര്യമാണ്. Defense exports surged from 686 crore in 2013 to 14 to 23622 crore in 2024 to 25 with growing interest from Southeast Asia, West Asia and Africa in Indian system like Akash and BrahMos. എത്രത്തോളം നമ്മുടെ GDPയുടെ അല്ലെങ്കിൽ നമ്മുടെ റവന്യൂവിന്റെ തന്നെ എത്രത്തോളം ഡിഫൻസിലേക്ക് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതിന്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആയിരുന്നു ഈ പറഞ്ഞ ഇന്ത്യ പാക് സ്റ്റാൻഡ് ഓഫ്.
സോ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ഡിഫൻസ് ടെക്നോളജിനെ കുറിച്ച് നമ്മൾ നോക്കേണ്ടതാണ്. ആകാശ് SAM അതൊരു ഇൻഡിജിനസ് മിസൈൽ ആണ്. 25 to 30 കിലോമീറ്റർ റേഞ്ചിലാണ് എയർക്രാഫ്റ്റിലും ഡ്രോൺസിനും ഒക്കെ ആയിരിക്കും അത് ടാർഗറ്റ് ചെയ്യുന്നത്. ആകാശ് തീർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് എയർ ഡിഫൻസ് കൺട്രോൾ ആണ്. അതായത് റഡാറിനെ ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത് വളരെ ക്വിക്ക് ആയിട്ടുള്ള റെസ്പോൺസ് എനേബിൾ ചെയ്യാനായിട്ട് ഈ പറയുന്ന ആകാശ് തീറിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ ഡിഫൻസ് സിസ്റ്റത്തിലുള്ള ആത്മനിർഭർ ഭാരതിന്റെ ഇമ്പോർട്ടൻസും പറയുന്നുണ്ട്. അതായത് നമ്മൾ കൂടുതലും ഇൻഡിജിനിയസ് ആയിട്ടുള്ള ഡിഫൻസ് പ്രൊഡക്ഷൻ ആണ് ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു ഈ പറയുന്ന ആകാശ് SAM. അതേണക്ക് തന്നെ ഇമ്പോർട്ടിനെ വളരെയധികം കുറയ്ക്കുകയും അതേണക്ക് എക്സ്പോർട്ട് വളരെയധികം ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇന്ത്യ മാറുന്നുണ്ടായിരുന്നു. സോ മെയിൻസിന്റെ പെർസ്പെക്റ്റീവില് GS2ലും GS3ലും ഒക്കെ ഈ ഒരു ടോപ്പിക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ബർത്ത് റേറ്റ് ഇൻ ഡൽഹി, കേരള, തമിഴ്നാടു ഡിക്ലൈനിങ് അറ്റ് ട്വൈസ് ദ റേറ്റ് ഓഫ് നാഷണൽ ആവറേജ് റിപ്പോർട്ട്. അതായത് ക്രൂഡ് ബർത്ത് റേറ്റ് സദേൺ സ്റ്റേറ്റിലും നോർത്തേൺ സ്റ്റേറ്റിലും എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. തമിഴ്നാട്, ഡൽഹി, കേരള വളരെയധികം ബർത്ത് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അതായത് നാഷണൽ ആവറേജിനെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അത് ആ ഒരു ബർത്ത് റേറ്റ് തന്നെ റീജിയണൽ വേരിയേഷൻസ് ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. സദേൺ സ്റ്റേറ്റുകൾ മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഒഡീഷ തുടങ്ങിയൊക്കെ വളരെയധികം പെട്ടെന്ന് തന്നെ ഡിക്ലൈൻ സ്റ്റേറ്റ് കാണിക്കുമ്പോൾ ബീഹാർ, UP, രാജസ്ഥാൻ തുടങ്ങിയ സ്റ്റേറ്റുകൾ സ്ലോവർ ആയിട്ടുള്ള ഒരു ഡിക്ലൈൻ ആണ് അവിടെ കാണിക്കുന്നത്. പക്ഷെ അതേസമയം ഉത്തരാഖണ്ഡ് ബർത്ത് റേറ്റ് വളരെയധികം ഇൻക്രീസ് ചെയ്തതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ്, ഫെർട്ടിലിറ്റി ട്രെൻഡ്സ്. ഹയർ ഫെർട്ടിലിറ്റി റേറ്റ് ആൻഡ് ഗ്രോസ് പ്രൊഡക്ഷൻ റേറ്റ് ഈ ഒരു സ്റ്റേറ്റുകളിൽ, അതായത് നോർത്തേൺ സ്റ്റേറ്റുകളിൽ കൂടുതലും അതിനൊക്കെ തന്നെ സദേൺ സ്റ്റേറ്റിൽ കുറവുമായിട്ട് കാണാൻ സാധിക്കും. സോ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഡെമോഗ്രഫിക് ഇൻഡിക്കേറ്റേഴ്സ് ഒരു പ്രധാന ഘടകമാണ്. ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് ലൈവ് ബർത്ത് പെർ 1000 പീപ്പിൾ പെർ ഇയർ ആണ്. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യയുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.0 ആണ്. അതൊരു റീപ്ലേസ്മെന്റ് ലെവലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഗ്രോസ് പ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ആവറേജ് ഡോട്ടേഴ്സ് പെർ വുമൺ, അതാണ് ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ മെയിൻസിന്റെ പെർസ്പെക്റ്റീവില് GS1ലും GS2ലും ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, സയന്റിസ്റ്റ് മേക്ക് യൂണിക് 2D മെറ്റൽ മച്ച് സൗട്ട് ആഫ്റ്റർ ഫോർ ഫ്യൂച്ചർ ടെക്. അതായത് ക്വാണ്ടം ഡോട്ട്സിനെ കുറിച്ചും അതിനൊക്കെ 2D മെറ്റൽസിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുന്ന ഒരു നാനോമീറ്റർ സൈസ്ഡ് ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ് ആണ്. ക്വാണ്ടം കൺഫൈൻമെന്റും അതിനൊക്കെ തന്നെ അതൊരു ആറ്റംസിന്റെ അതേ പ്രത്യേകതകൾ കാണിക്കുന്നത്. ആ ഒരു ഇലക്ട്രോൺസിന്റെ എനർജി ലെവൽസ് കീപ്പ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ക്വാണ്ടം ഡോട്ട്സ് എന്നുള്ളത്. സോ ഹൈ പ്രഷർ ഫാബ്രിക്കേഷൻ ടെക്നിക്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ടെക്നോളജിക്കൽ ഇംപ്ലിക്കേഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. കാരണം 2D മെറ്റൽസ് ആർ എക്സ്പെക്ടഡ് to enable next generation technologies like super sensitive sensors, topological insulators and faster computing. The technique marks significant progress toward efficient and scalable manufacturing of 2D materials. Okay, prelims ന്റെ പെർസ്പെക്റ്റീവില് നമ്മൾ നോക്കുന്നത് ക്വാണ്ടം ഡോട്ട്സ് ആണ്. ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുന്നത് ടൈനി സെമി കണ്ടക്ടർ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ്. 2 to 10 നാനോമീറ്റർ ആണ് അതിന്റെ സൈസ് എന്ന് പറയുന്നത്. കാരണം അതിന്റെ സൈസിനനുസരിച്ച് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. കൂടുതൽ യൂസ് ചെയ്യുന്നത് LED, അതിനൊക്കെ ഡിസ്പ്ലേസ്, സോളാർ സെൽസിലൊക്കെയാണ് ഈ പറയുന്ന ക്വാണ്ടം ഡോട്ട്സ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് വളരെ ബ്രൈറ്റ് ആയിട്ട് എമിറ്റ് ചെയ്യാറുണ്ട്. അതിനൊക്കെ തന്നെ ഹൈ എഫിഷ്യൻസി ഈ പറയുന്ന ക്വാണ്ടം ഡോട്ട്സിന്റെ ഫീച്ചേഴ്സിൽ വരുന്നതാണ്. ദെൻ 2D മെറ്റീരിയൽസ്, അതായത് ആറ്റം തിൻ ലെയേഴ്സ് ലൈക്ക് ഗ്രാഫീൻ, TMDs വളരെയധികം യുണീക്ക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ, ഒപ്റ്റിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന 2D മെറ്റീരിയൽസ്. കൂടുതലും യൂസ് ചെയ്യുന്നത് ട്രാൻസിസ്റ്റേഴ്സ്, സെൻസേഴ്സ്, അതിനൊക്കെ തന്നെ ബാറ്ററീസ് തുടങ്ങിയ കാര്യങ്ങളിലാണ്. നെക്സ്റ്റ്, സെമി കണ്ടക്ടർ ടെക്നോളജി, അതായത് മെറ്റീരിയൽസ് വിത്ത് മോഡറേറ്റ് കണ്ടക്ടിവിറ്റി. സിലിക്കൺ പോലെയുള്ള മെറ്റീരിയൽസ് ആണ് ഈ പറഞ്ഞ സെമി കണ്ടക്ടർ ടെക്നോളജിയിൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. സോ ട്രാൻസിസ്റ്റേഴ്സിന്റെ കേസിലായാലും ചിപ്സിന്റെ കേസിലായാലും LEDs, സോളാർ സെൽസിന്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന സെമി കണ്ടക്ടർ ആണ്. മോഡേൺ ഇലക്ട്രോണിക്സിലെ കോർ എന്ന് പറയുന്നതും ഈ പറയുന്ന സെമി കണ്ടക്ടർ ആണ്. സോ ബ്രേക്ക് ത്രൂ ടെക്നോളജീസ് ഇൻ മെറ്റീരിയൽ സയൻസ്. ക്വാണ്ടം ഡോട്ട്സ് ഫോർ അഡ്വാൻസ്ഡ് ഡിസ്പ്ലേസ് ആൻഡ് ഇമേജിംഗ്. 2D മെറ്റീരിയൽസ് ഫോർ ഫ്ലെക്സിബിൾ ഹൈ സ്പീഡ് ഇലക്ട്രോണിക്സ്. Hybrid chips combining silicon and 2D materials, new devices, topological insulators and spintronics. ഓക്കെ, സോ വളരെയധികം ബ്രേക്ക് ത്രൂ നമ്മുടെ ഇൻഡസ്ട്രീസിലൊക്കെ കൊണ്ടുവരാനായിട്ട് ഈ പറയുന്ന ക്വാണ്ടം ഡോട്ട്സിന് സാധിക്കാറുണ്ട്. സോ മെയിൻസിന്റെ പെർസ്പെക്റ്റീവില് GS3ൽ, അതായത് സയൻസ് ആൻഡ് ടെക്നോളജി അച്ചീവ്മെന്റ്സ് ഇൻ ഇന്ത്യൻസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ
ഈ ഒരു ടോപ്പിക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ ഇന്ന് നമ്മൾ GS2, GS3 അതിന്റെയൊക്കെ അണ്ടറിൽ വരുന്ന ഒരുപാട് ടോപ്പിക്സ് വളരെ അനലിറ്റിക്കൽ രീതിയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എക്കണോമിക് പെർസ്പെക്റ്റീവിലായാലും ഇൻഫ്രാസ്ട്രക്ചർ പെർസ്പെക്റ്റീവിലായാലും ഡിഫൻസിന്റെ പെർസ്പെക്റ്റീവിലായാലും ജോഗ്രഫിയുടെ ടേംസിലായാലും ഒക്കെ ഒരുപാട് ആർട്ടിക്കിൾസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മറ്റൊരു ന്യൂ സെഷനുമായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം.